ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വടക്കാഞ്ചേരിയിൽ വ്യാപാരികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വ്യാപാര ഭവന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം പ്രതിഷേധ ജ്വാലയായി. കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ വൈദ്യുത നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് മൂലം ജനജീവിതം ദുരിതത്തിലായെന്ന് വ്യാപാരികൾ ആരോപിച്ചു. കേരള ജനതയെ കൊള്ളയടിക്കുന്ന കേരള സർക്കാർ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന 632 മെഗാവാട്ട് ശേഷിയുള്ള 122 ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ഭൂതത്താൻ ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കാത്തത് മൂലം 500 കോടിയുടെ നഷ്ടമുണ്ടായതായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യ ചൂണ്ടിക്കാട്ടി. ഇന്ന് കേരളത്തിലെ എല്ലാ യൂണിറ്റിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ യൂണിറ്റിലും പന്തം കൊളുത്തി പ്രകടനം നമ്മൾ നടത്തുന്നുണ്ട്. വൈദ്യുതി ചാർജിന് എതിരായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെക്കാൾ വളരെയധികം റേറ്റ് കുറവാണ് ഇപ്പം ഇലക്ട്രിസിറ്റി ചാർജ്. ഞാനിത് വെറുതെ പറയുന്നില്ല. നിങ്ങൾ ഈ കാണികൾ ഗൂഗിളിലൊന്ന് അമർത്താണെങ്കിൽ ഗൂഗിളിലെ കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോളം വരുന്നുണ്ട്. ഈ കോളം നിങ്ങളൊന്ന് നോക്കുക. ഇത് 100 യൂണിറ്റ്, 200 യൂണിറ്റ്, 300 യൂണിറ്റ്, 600 യൂണിറ്റ്, 900 യൂണിറ്റിൻ്റെ ഇതിൻ്റെ റേറ്റ് ഞാനൊന്ന് പറയാം. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ 900 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ കേരളത്തിലാണെങ്കിൽ കൊടുക്കേണ്ട സംഖ്യയും അതുമാതിരി തന്നെ മറ്റ് സംഖ്യ. കേരളത്തിൽ 6650 രൂപ കൊടുക്കുമ്പം ആന്ധ്രാപ്രദേശിൽ 6232 രൂപ കൊടുത്താൽ മതി. ഗുജറാത്തിൽ 5715 രൂപ, ഉത്തർപ്രദേശിൽ 5645, തമിഴ്നാട്ടിലാണെങ്കിൽ വെറും 5550 രൂപ. ഇത് 900 യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾ. അതുമാതിരി തന്നെ 800 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 5760 രൂപയും തമിഴ്നാട്ടിൽ 4550 രൂപയും. ഇനി 100 യൂണിറ്റ് ഏറ്റവും താഴേക്കിട 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന സ്ഥലത്താണെങ്കിൽ കേരളത്തിൽ 385 രൂപ കൊടുക്കുമ്പം ആന്ധ്രാപ്രദേശിൽ അത് 254, രാജസ്ഥാനിൽ 0 പൈസ കൊടുക്കണ്ട, കർണാടകയിൽ 0, തമിഴ്നാട്ടിൽ 0. ഇനി 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് കേരളത്തിൽ 775, ആന്ധ്രയിൽ 649, തമിഴ്നാട്ടിൽ 225, കർണാടകയിൽ 0. ഇത് വെറുതെ പറയുന്നല്ല. നിങ്ങൾ ഗൂഗിളിലൊന്ന് പോകണം, കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് പഠിക്കണം. ഇതാണ് അവിടുത്തെ ഒരു കാര്യം. ഇനി വർധനവിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കണക്കുകളുടെ ഉദ്ധരിക്കുകയാണ്. ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലാണ്. എൻ്റെ കടയിൽ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒരു കോപ്പിയാണ് ഇത്. നിങ്ങളെല്ലാവർക്കും ഓരോ കൺസ്യൂമറും അവരവരുടെ ബില്ലൊന്ന് എടുത്തു നോക്കണം. അപ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെ ചാർജുകളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് അതൊന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വരുന്നത് 480 യൂണിറ്റാണ്. 480 യൂണിറ്റിന് എൻ്റെ എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ 3432 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 7 രൂപ 15 പൈസയാണ് ഞാൻ അടയ്ക്കേണ്ടത്. പക്ഷേ അതിനോട് ചേർന്ന് വരുന്ന ചാർജുകൾ വളരെയധികം കൂടുതലാണ്. ഓരോ കൺസ്യൂമറും ഇങ്ങനെ ബില്ല് വരുമ്പം ഓരോന്നായിട്ട് നിങ്ങൾ നോക്കണം. അതിൽ വരുന്ന ഒരു ചാർജ് ഡ്യൂട്ടി 343 രൂപയാണ് ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത്. ഇനി ഫ്യൂവൽ ചാർജ്, ഇതെന്താ സാധനം എന്നുള്ളത് ഒരു സാധാരണക്കാരനും അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ സർചാർജ് അത് വന്നിരിക്കുന്നത് 2023 10 പൈസയാണ് വെച്ചത്. ആ സാധനം 24 അടുത്ത കൊല്ലമായപ്പോഴേക്കും 25/6/2024 9 പൈസയും അടക്കം 19 പൈസ ഇപ്പോൾ നമ്മൾ അടയ്ക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ 91 രൂപ നമ്മൾ അടയ്ക്കുകയാണ്. ഇനി ഇതൊന്നും കൂടാതെയാണ് ഫിക്സഡ് ചാർജ്. നമ്മൾ എനർജി ചാർജ് നമുക്ക് മനസ്സിലാക്കാം. ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 350 രൂപ മേടിക്കുന്നുണ്ട്. എല്ലാ മാസങ്ങളിലും ഈ 2 മാസം അല്ലെങ്കിൽ മാസങ്ങളിൽ ബില്ല് വരുമ്പം 350 രൂപ ഫിക്സഡ് ചാർജ്. അതും പോട്ടെ, മീറ്റർ വാടക 12 രൂപ. ഇന്ന് മീറ്ററൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ്. അതിനടക്കം ഇത് വരുമോ എന്നുള്ളതാണ് ഇപ്പം എനിക്ക് ഭയപ്പാട്. എൻ്റെ ആയാലും മീറ്റർ വാടക 12 രൂപ, അടുത്ത റൗണ്ട് ഓഫ് 40 പൈസ, അങ്ങനെ 3432 രൂപ ബില്ല് എനർജി ചാർജ്. പക്ഷെ ഞാൻ അടയ്ക്കുന്നത് 4258 രൂപ. ഇതിലാണ് ഇപ്പോൾ വർധനവ് വരാൻ പോകുന്നത്. ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിക്ഷേപ തുക. എന്നെ സംബന്ധിച്ച് ഞാനവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന 10711 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി ചാർജ് നമ്മൾ ഇത് ബില്ല് അടച്ചില്ലെങ്കിൽ ഉടനെ വന്നിട്ട് കട്ട് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അവർ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ 1711 രൂപയുടെ കയ്യിലുള്ള സ്ഥിതിക്കാണ് ഇവർ ബില്ലടച്ചില്ലെങ്കിൽ ഉടനെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ ഭീഷണിപ്പെടുത്തുന്നത്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? എന്തിനാണ് ഈ 1711 രൂപ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇനി ഇത് കൂടാതെ ഇപ്പം അടുത്ത് വന്ന ഒരു കാര്യങ്ങളും കൂടി പറയാം. ഇപ്പം 16 പൈസയാണ് വർധനവ് വന്നിരിക്കുന്നത്. അത് ഈ മാസങ്ങളിൽ 2025 എന്ന് പറഞ്ഞാൽ ജാനുവരിയിൽ വീണ്ടും 12 പൈസയാണ് കൂട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 16, 12, 28 പൈസയാണ് ഇപ്പോൾ വർധനവ് വരാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രിസിറ്റിയുടെ കെടുകാര്യസ്ഥ മൂലമാണ് ഇന്ന് പൊതുജനങ്ങൾ ഇത് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി മറ്റ് സ്റ്റേറ്റിൽ നിന്നും മേടിക്കുന്ന കാരണമാണ് ഇത് വരുന്നത്. 100ഓളം പദ്ധതികൾ കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് 100ഓളം പദ്ധതികൾ ഇവിടെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ KSEBയുടെ കെടുകാര്യസ്ഥ മൂലം ഈ 100ഓളം പദ്ധതികൾ ഇവിടെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം വളരെ കുറയുകയും നമ്മൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മേടിക്കേണ്ടതായിട്ട് വന്നത്. വ്യാപാര വ്യവസായ മേഖല അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഇരുട്ടടി പോലെയാണ് വൈദ്യുതി വർധനവ് ഇപ്പോൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനെ അത് ഒരു അളവിന് ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ കിലോ വാട്ടിന് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധനം ലിറ്റർ ആയാലും കിലോ ആയാലും അതിനൊരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു സർചാർജ്, പിന്നെ അതിനൊരു ഡ്യൂട്ടി, ഒരു ഫ്യൂവൽ ചാർജ്, മീറ്റർ അളന്നു തരുന്ന മീറ്ററിന് വാടക, ആ വാടകയ്ക്ക് GST, അത് സ്റ്റേറ്റിൻ്റെയും സെൻറ്ററിൻ്റെയും, ഇങ്ങനെ പലതരം റേറ്റുകൾ ചേർത്ത് 1000 രൂപയുടെ വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്ക് അത് 1500, 1600 ആക്കുന്ന ആ മാജിക്ക് ജനങ്ങളെ പച്ചയ്ക്ക് കൊള്ളയടിക്കുന്ന ഒരു പ്രവണതയാണ്. സെക്രട്ടറി PN ഗോകുലൻ, PA അബ്ദുൾ സലാം, എൽദോ പോൾ, VV ഫ്രാൻസിസ്, പ്രശാന്ത് മേനോൻ, KA മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.